ഹായ് മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വായനാദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് പാർട്ട് 1 ആണ്. തുടർന്നുള്ള ചോദ്യങ്ങൾ നൽകാം കേട്ടോ. പരിസ്ഥിതി ദിന ക്വിസിൻ്റെ കമൻറ്റിൽ മക്കൾ വായനാദിനം കൂടി വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് വായനാദിനം കൂടി വിടുന്നത്. ഇത് ജൂൺ 19-നാണ്, പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വായനാദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ജൂൺ 19. ആരുടെ ചരമദിനമാണ് നാം വായനാദിനമായി ആചരിക്കുന്നത്? ആൻസർ PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാദിനമായി ആചരിക്കുന്നത്. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. ജൂൺ 19 വായനാദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ്? ആൻസർ 1996 മുതൽ. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചതാര്? PN പണിക്കർ. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരാണ്? ആൻസർ സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? എറണാകുളം ജില്ലയിലെ ദേശസേവിനി ഗ്രാമീണ വായനശാല. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ആഗസ്റ്റ് 12-ന്. ആരുടെ ജന്മദിനമാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത്? ആൻസർ SR രംഗനാഥൻ്റെ. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? SR രംഗനാഥൻ. SR രംഗനാഥൻ ജനിച്ചതെന്നാണ്? 1892 ആഗസ്റ്റ് 12-ന്. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയതാര്? ശാന്തിപ്രസാദ് ജെയിൻ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതനധർമ്മം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ആൻസർ അവകാശികൾ. അവകാശികൾ എഴുതിയതാര്? MK മേനോൻ. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? MK മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ആൻസർ വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? രാമചന്ദ്രവിലാസം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? PN പണിക്കർ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ്? ആൻസർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉള്ളൂർ S പരമേശ്വരയ്യർ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് ഉടനെ തന്നെ നൽകാം കേട്ടോ.